എത്രയോ നാളിന് ശേഷമല്ലേ ഒരു നല്ല ഫീൽ ഗുഡ് ഫിലിം കണ്ട ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. പടം ഇത്തിരി സ്ലോ ആയിട്ടാണ് പോകുന്നത് കേട്ടോ, പക്ഷേ തിയേറ്ററിൽ നമുക്കത് ഫീൽ ആവില്ല. വേറൊരു തലത്തിലേക്ക് നമ്മളെ പേഴ്സണലി എത്തിക്കും. നമ്മൾ ഈ വാരണാസിയൊക്കെ നേരിട്ട് പോയി കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അല്ലെ ഇന്ദ്രൻ സേട്ടനിലൂടെ ആ കഥയിലൂടെ നമ്മളായി നടക്കുന്ന പോലെ തോന്നും കേട്ടോ. ഒരു 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 പ്രത്യേക ഒരു സുഖൂല ഫിലിം. എങ്ങനെയാണ് ഇന്ദ്രൻ സേട്ടൻ ഇത്രയും നന്നായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതിലുപരി മധുബാലൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങളൊക്കെ കണ്ടതിൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടിരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഫിലിമിൽ വളരെ നാച്ചുറലായിട്ടില്ലേ, അഭിനയമാണെന്ന് തോന്നാത്ത രീതിയിൽ രണ്ട് അപരിചിതരായ ആൾക്കാർ നമ്മൾ പരിചയപ്പെടുന്നു. പിന്നീട് അവരെ ജീവിതം കുറച്ച് ദിവസങ്ങൾ അതൊരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ ഫിലിമിൽ കണ്ടിറങ്ങുമ്പോൾ കണ്ണിന്ന് ഒരു തുള്ളി നീരങ്ങ് വരാത്ത ആൾക്കാരുണ്ടാവില്ല കേട്ടോ. കണ്ണുനീര് കുറച്ചങ്ങ് വരാത്ത ആൾക്കാരുണ്ടാവില്ല എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പേഴ്സണലി ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ ചില പോർഷൻ അതിൻ്റെ കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഫാമിലിയും ഫ്രണ്ട്സും ആരൊക്കെ കൂട്ടി നിങ്ങൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാലും സമാധാനത്തോടെ ഒരു കാം ഫുള്ളായിട്ട് സമാധാനത്തോടെ കുറേ നാളിന് ശേഷം കേട്ടോ ഇത്തരത്തിലൊരു പടം കാണുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോവാം, ഈ ഫിലിം കാണാം കേട്ടോ. ഒരു സമാധാനപരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കിടിലം ഫിലിം എന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ പറ്റിയൊന്നും എനിക്ക് കൂടുതൽ പറയാനറിയില്ല. നവാഗതയായ സംവിധായക വർഷ വാസുദേവ് എങ്ങനെയാണ് ഇത്തരത്തിൽ ചിന്തിച്ച് ആ ചിന്തയെ ജനങ്ങളിലേക്ക് ഇത്രയും നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല കേട്ടോ. പേഴ്സണലി അങ്ങേയറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷം. നല്ലൊരു സിനിമ കണ്ട് പുറത്തിറങ്ങിയ ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളെ കമൻറ്റ് ഇതിൻ്റെ താഴെ ഇടുക കേട്ടോ. ഓക്കെ, ബൈ.